US വ്യോമാക്രമണം. കഴിഞ്ഞ ഡിസംബറിൽ US സൈനികർ കൊല്ലപ്പെട്ടതിന്റെ പ്രതികാര നടപടിയായ ഓപ്പറേഷൻ ഹോക്കി സ്ട്രൈക്കിലെ മൂന്നാമത്തെ ആക്രമണമാണിത്. ഏറ്റവും പുതിയ ആക്രമണത്തിൽ ഐസിസ് ബന്ധമുള്ള അൽ ഖ്വയ്ദ നേതാവ് കൊല്ലപ്പെട്ടതായി US സ്ഥിരീകരിച്ചിട്ടുണ്ട്. US സെൻട്രൽ കമാൻഡ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ജനുവരി 16-ന് US സേന നടത്തിയ ആക്രമണം ബിലാൽ ഹസൻ അൽ ജാസിമിന്റെ മരണത്തിന് കാരണമായിട്ടുണ്ട്. US ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് 2 അമേരിക്കൻ സൈനികരെയും ഒരു ദ്വിഭാഷിയെയും കൊലപ്പെടുത്തിയതിന് ഉത്തരവാദിയായ ഐസിസ് പ്രവർത്തകനുമായി നേരിട്ട് ബന്ധമുള്ള പരിചയ സമ്പന്നനായ തീവ്രവാദ നേതാവാണ് ബിലാൽ ഹസൻ അൽ ജാസിം. ഡിസംബർ 13-ന് സിറിയയിലെ പാൽമിറയിൽ നടന്ന പതിയിരുന്ന ആക്രമണത്തിൽ 2 US സൈനികരും ഒരു അമേരിക്കൻ വ്യാഖ്യാതാവും കൊല്ലപ്പെട്ടു. അതേസമയം അമേരിക്കൻ സിറിയൻ ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട്. ആക്രമണത്തിൽ ഉൾപ്പെട്ട ഐസിസ് തോക്കുധാരിയുമായി അൽ ജാസിമിന് നേരിട്ട് ബന്ധമുണ്ടെന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ അയാൾക്ക് പങ്കുണ്ടെന്നും സെൻട്രൽ കോം പറഞ്ഞു. 3 അമേരിക്കക്കാരുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു തീവ്രവാദ പ്രവർത്തകന്റെ മരണം നമ്മുടെ സേനയെ ആക്രമിക്കുന്ന തീവ്രവാദികളെ പിന്തുടരാനുള്ള നമ്മുടെ ദൃഢനിശ്ചയത്തെ പ്രകടമാക്കുന്നുവെന്നും സെൻട്രോം കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ പറഞ്ഞു. അമേരിക്കൻ പൗരന്മാർക്കും നമ്മുടെ യുദ്ധവിമാനങ്ങൾക്കും നേരെ ആക്രമണം നടത്തുന്നവർക്കും ഗൂഢാലോചന നടത്തുന്നവർക്കും പ്രചോദിപ്പിക്കുന്നവർക്കും സുരക്ഷിതമായ ഒരു സ്ഥലവുമില്ല. ഞങ്ങൾ നിങ്ങളെ കണ്ടെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡിസംബറിലെ പതിയിരുന്ന ആക്രമണത്തെ തുടർന്ന് ഹോക്കി സ്ട്രൈക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഓപ്പറേഷന്റെ കീഴിൽ സെൻകോം സിറിയയിലുടനീളം വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തി. ഓപ്പറേഷന്റെ ഭാഗമായി യുഎസും പങ്കാളി സേനയും 100-ലധികം ഐസിസ് അടിസ്ഥാന സൗകര്യങ്ങളും ആയുധ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടു. 200-ലധികം കൃത്യതയുള്ള യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചു. പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു, കഴിഞ്ഞ ഒരു വർഷത്തിനിടെ യുഎസും പങ്കാളി സേനയും സിറിയയിലുടനീളം 300-ലധികം ഐസിസ് പ്രവർത്തകരെ പിടികൂടുകയും 20-ലധികം പേരെ കൊലപ്പെടുത്തുകയും ചെയ്തുവെന്നും US സേനയ്ക്കും പ്രാദേശിക സുരക്ഷയ്ക്കും നേരിട്ട് ഭീഷണി ഉയർത്തുന്ന വ്യക്തികളെ ഇല്ലാതാക്കിയെന്നും സെൻട്രോം പറയുന്നു. ഓപ്പറേഷൻ ഹോക്കി സ്ട്രൈക്കിന്റെ ഭാഗമായി സിറിയയിലുടനീളമുള്ള 1-ലധികം ഐസിസ് കേന്ദ്രങ്ങളിൽ സെൻട്രൽ കോം സേനയും പങ്കാളി സേനകളും ചേർന്ന് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിയതിന് ആഴ്ചകൾക്ക് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. നമ്മുടെ യുദ്ധവിമാനങ്ങൾക്കെതിരായ ഇസ്ലാമിക ഭീകരതയെ വേരോടെ പിഴുതെറിയുക, ഭാവിയിലെ ആക്രമണങ്ങൾ തടയുക, മേഖലയിലെ അമേരിക്കൻ പങ്കാളി സേനകളെ സംരക്ഷിക്കുക എന്നീ പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായി സിറിയയിലുടനീളം ഐസിസിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് സെൻകോം പരാമർശിച്ചു. അമേരിക്കയെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികളെ പിന്തുടരുന്നതിൽ യുഎസും സഖ്യസേനയും ദൃഢനിശ്ചയം പാലിക്കുന്നുണ്ട്. 2025 ഡിസംബർ 13-ന് സിറിയയിലെ പാൽമിറിൽ US സിറിയൻ സേനകൾക്ക് നേരെ ഐസിസ് നടത്തിയ ആക്രമണത്തിന് നേരിട്ടുള്ള പ്രതികരണമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം 2025 ഡിസംബർ 19-ന് ഓപ്പറേഷൻ ഹോക്കി സ്ട്രൈക്ക് ആരംഭിച്ചു. ഒരു ഐസിസ് ഭീകരനാണ് ഈ ആക്രമണം നടത്തിയതെന്ന് സെൻട്രോം പറയുന്നു. അയോവയിലെ ഡെസ് മോയിൻസിൽ നിന്നുള്ള 25-കാരനായ സർജൻ എഡ്ഗർ ബ്രയാൻ ടോറസ് ടോവർ, അയോവയിലെ മാർഷൽ ടൗണിൽ നിന്നുള്ള 29-കാരനായ സർജൻ വില്യം സ്റ്റാനിയേൽ ഹൊവാർഡ് എന്നിവരാണ് കൊല്ലപ്പെട്ട സൈനികർ. ഇരുവരും അയോവ നാഷണൽ ഗാർഡിലെ അംഗങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഐസിസിലെ പരാജയപ്പെടുത്താനുള്ള US ദൗത്യമായ ഓപ്പറേഷൻ ഇൻഹറൻസ് റിസോൾവിന്റെ ഭാഗമായി ഈ വർഷം ആദ്യം മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ച ഏകദേശം 1800 സൈനികരിൽ അവരും ഉണ്ടായിരുന്നുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.